ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിയാൻ തുടങ്ങിയിട്ട് ഈ ലാസ്റ്റ് നവംബർ 2025 മുതലാണ്. അതുവരെ ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നും ജീവനുള്ള ദൈവമാണെന്നും അങ്ങനെയൊക്കെയുള്ള കേട്ടും കണ്ടുമുള്ള അറിവുകളല്ലാതെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ബൈബിൾ അറിയില്ല. ബൈബിൾ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു റീൽ കാണാനിടയായതാണ് ഞാൻ ഇന്ന് എൻ്റെ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടാനും ആ മഹത്വം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിൻ്റെ പേരിൽ ഈ ഒരു ചാനൽ തുടങ്ങുവാനും ഒക്കെ ഞാൻ അത് സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ച് തുടങ്ങിയതോ ഒന്നുമല്ല. ഈ ഓരോ ഇരിക്കുന്ന കാര്യങ്ങളും ഞാൻ ഓരോ തവണ പള്ളിയിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് പോലുമില്ല. പുറത്ത് നിന്ന് തൊഴുവും ക്രിസ്മസിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലാതെ വെറുതെ പള്ളിപ്പെരുന്നാൾ അങ്ങനെയൊക്കെ കാണാൻ പോകുന്നുള്ളൂ. അല്ലാതെ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞൊരു പള്ളിയിൽ പോവുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. അതൊക്കെ എനിക്ക് ഈ ന്യൂ ഇയറിന് എൻ്റെ കർത്താവ് തന്ന ഒരു ഗിഫ്റ്റാണ്. എനിക്ക് ആദ്യമായി ഞാൻ വാങ്ങിച്ച ഒരു കുരിശാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഈ കുരിശ് ഞാൻ ആദ്യമായി വെട്ടുകാട് പള്ളിയിൽ പോയി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പണ്ട് ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വേദങ്ങളൊക്കെ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഒരു ബൈബിളും സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അതായത് ഈ പഴയ ബൈബിളായത് എണ്ണുണ്ടോ, പഴയ ബൈബിള് ഒന്നും നമുക്ക് തെളിഞ്ഞു പോലും കാണത്തില്ല, അതിനെ നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്നത്തെ അതിൻ്റെ മുകളിലൊക്കെ പോകും. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കുരിശും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ അതേ സമയം തന്നെയാണ് ഈ മാതാവിനെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തവണ പോയപ്പോൾ ഞാൻ ഈ ഫോട്ടോ വാങ്ങി. അങ്ങനെ ഈ കുരിശിന്മേലുള്ള ക്രിസ്തുവിനെ എനിക്ക് എനിക്കൊരു അനുതാപമാണ് അത് കാണുമ്പം. കാരണം എല്ലാവരും കൂടി ഇങ്ങനെ ഉപദ്രവിച്ച് മരിച്ചു പോയ പിന്നീട് ദൈവമായി ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ ഉള്ള ഒരു ചെറിയ അറിവല്ലാതെ കൂടുതലൊന്നും അറിയില്ല എനിക്ക്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ഫ്രണ്ട് തന്ന ബുക്കാണ് ഈ കൃപാസനത്തിൻ്റെ ബുക്ക്. അങ്ങനെയാണ് ഞാൻ മാതാവിനെ അറിയാനിടയായത്, കൃപാസനം മാതാവിനെ. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനകളിൽ ഞാൻ ആ ബുക്കിനകത്തുള്ള പ്രാർത്ഥന ആ ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞ് ഷെയർ ചെയ്യും. കാരണം അവർക്ക് മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ നേർച്ചയുടെ ഭാഗമായതുകൊണ്ട് അവരെനിക്ക് തന്നു. പക്ഷേ ഞാനതൊന്നും തുറന്നു പോലും നോക്കാറില്ലായിരുന്നു. അങ്ങനെ ഈ ബുക്ക് പക്ഷേ എനിക്ക് ആ നന്മ നിറഞ്ഞെന്ന് കേൾക്കുമ്പോൾ ഒരിഷ്ടം. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയതിന് ശേഷം ഈ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയതിന് ശേഷം ഞാൻ ആ ബുക്ക് അവിടെ തന്നെ വയ്ക്കും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് പെട്ടെന്നൊരു ഉൾവിളി പോലെ നവംബർ 27 നവംബർ 15 ഞാൻ ഈ റീല് കാണുന്നത്. ഈ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് അന്ന് ആരോ പറഞ്ഞു 8 നോമ്പിൻ്റെ സമയമാണ്. അപ്പം 8 നോമ്പിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 8 കെട്ടി 8 കെട്ടുകൾ 8 തിരിച്ചെരുതിയിലിട്ട് എരിയിച്ച് കളയണമേ 8 നോമ്പിൻ്റെ അമ്മയെന്ന്. അത് ചൊല്ലിയിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് സാധിച്ചു തരുമെന്ന്. അങ്ങനെ പക്ഷേ എനിക്ക് ആഗ്രഹമൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ 8 നോമ്പല്ലേ, എനിക്കൊരു ബുധനാഴ്ച എനിക്ക് ഓൾറെഡി ഫാസ്റ്റിംഗ് ആയിരുന്നു. ബുധനാഴ്ച ആണെന്നൊന്നും ഞാൻ ഓർക്കുന്നുമില്ല. അങ്ങനെ ഫാസ്റ്റിങ് എടുത്ത് ഹിന്ദു ആചാരപ്രകാരമുള്ളൊരു ഫാസ്റ്റിംഗ് എനിക്കുണ്ടായിരുന്നു. ഞാനത് എടുത്തപ്പോൾ ഞാൻ ഇതുപോലെ മുട്ടിന്മേൽ നിന്നിട്ട് ഈ 8 കെട്ടിയെന്ന് പറഞ്ഞാൽ അത് ചൊല്ലി സത്യം പറഞ്ഞാൽ സമയം പോയതുപോലും ഞാൻ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കൂടുതൽ ഞാൻ ചൊല്ലിയെന്ന് മുട്ടിന്മേൽ. പെട്ടെന്ന് ഈ മാതാവോ, ഞാൻ കട്ടിലിൻ്റെ അവിടെ നിന്നാണ് ചൊല്ലുന്നത്, കട്ടിലേ വന്ന് അങ്ങ് ഇരുന്നു. ഈ ആഷ് കളർ ഡ്രസ്സിൽ വന്നങ്ങ് ഇരുന്നിട്ട് എന്നോട് നീ ഉടമ്പടി എടുത്തോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഈ ബുക്ക് തന്ന ശ്രീജനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടി എൻ്റെ അടുത്ത് എനിക്ക് പെട്ടെന്നൊരു അത്ഭുതം. അങ്ങനെ ഞാൻ പറഞ്ഞു, മാതാവ് ഇതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇത് എന്താ ഈ ഉടമ്പടി, ഇത് എന്താ സംഭവം? അതുവരെ ഞാനിതൊന്നും ഉടമ്പടിയെ പറ്റിയൊന്നും ആ കൊച്ചിനെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ, കാരണം എന്നെ ബാധിക്കുന്ന വിഷയം അല്ലാത്തതുകൊണ്ട് ഞാനൊന്നും അന്വേഷിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി മാതാവ് വന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ വിളിക്കുമോ മാതാവ്, നീ ഉറപ്പായിട്ടും പോണം എടുക്കണമെന്ന്. അങ്ങനെ ആ ശനിയാഴ്ച ഞാൻ പറഞ്ഞു, ഉടമ്പടി എന്നൊക്കെ പറയുന്ന വലിയ സംഭവമായിരിക്കും, എനിക്കറിയില്ല ഇതിനെപ്പറ്റി, എങ്ങനെ എടുത്ത് അവസാനം പാപം വരുത്തി വെക്കാനെന്ന് ഞാൻ ആളല്ല. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ എന്തായാലും പോകണമെന്നൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പോകാമെന്നും പറഞ്ഞ് ഞാനും ഹസ്ബൻഡും മോനും കൂടി പള്ളിയിൽ പോയി. കൃപാസനം പള്ളിയിൽ അവിടെ വെളുപ്പിനെ ചെന്നതും ഉടമ്പടി എടുക്കാനാണോ എന്ന് ഒരാൾ വന്ന് നമ്മളോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഉടമ്പടി എടുക്കാനല്ല, ഞങ്ങൾ ഈ പള്ളിയിൽ വന്നതാ. അപ്പോൾ അവർ പറഞ്ഞു, ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അല്ലേ വന്നത്, പുതിയ ക്യൂവിൽ പോയി നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്ന് അവിടെ നിന്ന് അവസാനം ഉടമ്പടിയൊക്കെ എടുത്ത് തിരിച്ചു വന്നു. പിന്നെ ഉടമ്പടി എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. ആ പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. മെഴുകുതിരിയൊക്കെ നേരത്തെ സത്യം പറഞ്ഞാൽ എനിക്ക് തീർന്നുപോയി.
ഞാൻ 5:30-ക്കൊന്നും ഉണരാറ് പോലും ഇല്ല. ചിലപ്പോൾ കിടന്നുകൊണ്ട് തന്നെയൊക്കെ പ്രാർത്ഥിക്കും ഇത് കേട്ടൊക്കെ. മൊബൈലിൽ വെച്ചിട്ടോ, മൊബൈലിലൊന്നും സത്യം പറഞ്ഞാൽ ജോസഫ് അച്ഛൻ്റെ ഇതൊന്നും കേട്ടിട്ടേ ഇല്ല. ആദ്യത്തെ ഒറ്റ ഉടമ്പടിയിൽ 3 മാസവും ഞാൻ ഉണരുന്ന എപ്പോഴാണോ അല്ലെ വൈകിട്ട് എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നത് അപ്പോഴാണ് ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എനിക്ക് എന്തുപോയാലും ഞാൻ എൻ്റെ ഒരു ഗൾഫിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് എനിക്ക് സ്റ്റക്കായി കിടക്കുക. അങ്ങനെ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴും മാതാവിനെ ഞാനങ്ങ് ഈ പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അല്ലാതെ നിയോഗം പറയാമെന്ന് പറയുമ്പോൾ ആ സാധാരണ കുടുംബത്തിലെ നിയോഗം എന്തൊക്കെയാണോ നമ്മൾ ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എൻ്റെ വിചാരം എന്താ, ഈ ജോലിയൊക്കെ ആവും, ശരിയാവും, വേഗം ആവും, നമുക്ക് പോവാമെന്നൊക്കെയാണ്. അപ്പോഴേക്കുമാണ് യുദ്ധമൊക്കെ പുറപ്പെട്ട് ഇതൊക്കെ വന്നതുമൊക്കെ. അങ്ങനെ ഞാൻ ഒരിക്കൽ ഇരുന്നപ്പോഴാണ് വീണ്ടും അടുത്ത യൂദാസ്ലീഹയുടെ കഥയെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ പ്രാർത്ഥിച്ച് നോർമൽ ഇവർ രണ്ടുപേരേ ഉള്ളൂ, മാതാവും ക്രിസ്തുവും മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ. ഈ വലിയ കുരിശൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചതാണ്. വലിയ കുരിശ് പിന്നീട് ഞാൻ പോയിട്ട് യൂദാസ്ലീഹയുടെയും ഇതും കൂടെ ഒരുമിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, യൂദാസ്ലീഹ ആരാന്ന് എനിക്കറിയില്ല. യൂദാസ് ഒറ്റിക്കൊടുത്ത യൂദാസ് ആണെന്നും പറഞ്ഞാണ് ഞാനിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം യൂട്യൂബിൽ ഞാനിതുപോലെ ഈ പിന്നെ വചനം കേട്ട് എനിക്ക് ഈ ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കാരണമായ അതേ അച്ഛൻ തന്നെ യൂദാസ്ലീഹയുടെ നൊവേന വ്യാഴാഴ്ച തോറും ഉള്ളത് ചൊല്ലുന്നു. അങ്ങനെ ഞാനത് ഒരു വ്യാഴാഴ്ച തന്നെയാണിത് കേട്ടതും. അന്ന് ഞാൻ അത്ഭുതകരമായ രീതിയിൽ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യം പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുന്നേ നൊവേന ഞാൻ പങ്കെടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്കിത് സാധിച്ചു കിട്ടുമെങ്കിൽ എനിക്ക് അവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നേർച്ച നേർന്നു. അങ്ങനെ എനിക്ക് അടുത്ത 19-ാം തീയതി ഞാൻ പ്രാർത്ഥിച്ചു. 22-ാം തീയതി എനിക്ക് എല്ലാ റിസൾട്ടും കയ്യിൽ വന്നു. അങ്ങനെയാണ് യൂദാസ്ലീഹയോടുള്ള ഇഷ്ടവും സ്നേഹവും കടപ്പാടും ഒക്കെ എനിക്ക് ആ ഒരു മാധ്യസ്ഥത്തിൻ്റെ ശക്തിയും അസാധ്യ കാര്യങ്ങളാണ് സാധിച്ചു തരുന്നതെന്നും ഒക്കെ മനസ്സിലായി. എനിക്ക് ആഗ്രഹം ബൈബിൾ പഠിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബൈബിൾ അവിടെ പള്ളിയിലൊക്കെ ചെന്നപ്പോഴൊന്നും അവിടെങ്ങും ഇല്ല. പിന്നെ അവർ പറഞ്ഞ് സ്റ്റോറിലുണ്ട് വാങ്ങിക്കാം. പക്ഷേ ആ സമയം ഞങ്ങൾ ചെന്നപ്പോൾ സ്റ്റോർ അടച്ചും പോയി. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ബൈബിളിട്ട് വായിക്കാനും പറ്റുന്നില്ല ഇത്. അങ്ങനെ ഞാൻ ഒരു ഓൺലൈൻ ബൈബിൾ വായിച്ചു. പക്ഷേ ഓൺലൈൻകാർ എന്നെ പറ്റിച്ച്. കാരണം അതിനകത്ത് പുതിയ നിയമത്തിലെ 1/4 സാധനങ്ങളില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ അച്ഛൻ്റെ വചനങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ പഴയ നിയമത്തിലെ കൂടുതൽ വചനങ്ങളാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ അതൊന്നും ഇല്ല. ലൂക്ക, മത്തായി, യേശയ്യ എന്നൊക്കെ പറയണ ഒന്നും ഇല്ല ഇതിനകത്ത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനി ഇതെന്താണ്? അങ്ങനെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് ജെമിനി സെർച്ച് ചെയ്ത് പഠിച്ചു. അപ്പോൾ ജെമിനി പറഞ്ഞു, പഴയ നിയമം പുതിയ നിയമം ഇങ്ങനെയൊക്കെയുള്ള 2 നിയമങ്ങളൊക്കെ ഉണ്ട്. അതിലെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ എത്ര ശിഷ്യന്മാർ പറയുന്നത്, പ്രവാചകന്മാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കി. അങ്ങനെ എനിക്കത് പഴയ നിയമം ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ സെൻറ്റ് ജൂഡിൻ്റെ പള്ളി അന്വേഷിച്ച് നടന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിവിടെ കിള്ളിപ്പാലത്തുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പോയി. അവിടെ ചെന്ന് അവിടെ നോക്കിയപ്പോൾ ദയേണ്ട ബൈബിൾ ഞാൻ തേടി വള്ളി കാൽ ചുറ്റിന്ന്. എന്നിട്ട് ഞാൻ ഈ നിയോഗം എഴുതുമ്പോൾ മുഴുവൻ ഞാൻ ഇതാ എഴുതുന്നത്, ബൈബിൾ എനിക്ക് കിട്ടണമേ കർത്താവേ, നിൻ്റെ കുരിശ്, വലിയ കുരിശിന്മേൽ നിൽക്കുന്ന ഒരു രൂപം എനിക്ക് വേണം, എനിക്ക് പ്രാർത്ഥനാ റൂം സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ നിയോഗം എഴുതി വയ്ക്കുന്നത്. അങ്ങനെ നിയോഗം എഴുതി എനിക്കിത്രയും സാധിച്ചു. അതിനകത്ത് ഇനിയുണ്ട്. പിന്നെ കൃപാസനം ഉടമ്പടിയുടെ കാശുരൂപ ആ ഈ ബുക്കിൻ്റെ ഡയറിയുടെ ഇതിൻ്റെ ബുക്ക്, എൻ്റെ നിയോഗം എഴുതുന്ന പ്രാർത്ഥനാ ബുക്കുണ്ട്. ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രാർത്ഥന നിയോഗം എഴുതുന്നത്. അതിനകത്തെല്ലാം കാശുരൂപ, ഉടമ്പടി, ഉപ്പൊക്കെ വിതറി ഞാൻ വച്ചിട്ടുണ്ട്. പിന്നെ ഈ ബൈബിള് അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ വേറുള്ളൊരു കുരിശ് രൂപവും, പിന്നെ ഉടമ്പടി കാശുരൂപം വെച്ചിരുന്ന അമ്മയുടെ ഫോട്ടോ, വേറൊരു ബുക്ക് ഉടമ്പടിയുടെ, അത് എല്ലാം കൂടെ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെയാണ് ഇത്രയും പ്രാർത്ഥന റൂം എനിക്ക് സെറ്റ് ചെയ്യാൻ എന്നെ സഹായിച്ച എൻ്റെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയ്ക്ക് മുന്നിൽ ഇന്ന് ഞാൻ എന്താ പറയണ്ടേ, ആ വചനത്തിലാണ് സത്യം പറഞ്ഞാൽ ഞാനിന്ന് ജീവിക്കുന്നത്. ഇന്ന് എനിക്ക് എവിടെ പോയാലും പേടി. കാരണം മുന്നേ എനിക്ക് വണ്ടിയിലിരിക്കുമ്പം പേടി. അപ്പോൾ ഞാനിങ്ങനെ വചനം ചൊല്ലും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വചനം. പിന്നെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴും തടസ്സങ്ങളൊക്കെ വരുമ്പോഴും ഞാനിങ്ങനെ പറയും, കർത്താവിൻ്റെ വലതുവശത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ഇങ്ങനെ ഓരോ നിൽക്കുമ്പോഴും എനിക്ക് എൻ്റെ മുന്നിൽ, എൻ്റെ പിന്നിൽ, എൻ്റെ പാദത്തിൻ്റെ അടിയിൽ, എൻ്റെ തലയിൽ, എൻ്റെ ഇരുവശങ്ങളിൽ, എൻ്റെ ഹൃദയത്തിൽ ഒക്കെ പരിശുദ്ധാത്മാവും കർത്താവും ഒക്കെ വെളിപ്പെട്ട്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, ശക്തമായ മാധ്യസ്ഥത്തിൻ്റെ കീഴിൽ ഞങ്ങളുടെ കുടുംബം എന്ന് സത്യം. ഇനി എത്ര നാൾ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുമോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ മരണം വരെ വിട്ടു പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹവും. എൻ്റെ കുടുംബത്തിനും തലമുറയിലും ഇത്
പകർന്നു കൊടുത്ത് അതിൽ നിലനിർത്തണം കർത്താവിൻ്റെ അനുഗ്രഹം എന്നാണ് ആഗ്രഹം. പക്ഷേ എല്ലാം ദൈവഹിതം നിറവേറട്ടെ, അത്രയേ ഉള്ളൂ. എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഞാൻ അവിടുത്തെ കരങ്ങളിലെല്ലാം സമർപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ ഇത്രയും സാധനങ്ങൾ എനിക്ക്, അതായത് ഇത്രയും ഒരു പൂജാ റൂം പോലെ ആക്കാൻ എനിക്ക് സാധിച്ചു. പക്ഷേ എനിക്ക് വീടൊന്നുമില്ല. വീടൊക്കെ ദൈവം തരികയാണെങ്കിൽ എനിക്കിതിലും ഭംഗിയായി നല്ലൊരു അൽത്താര പോലെയൊക്കെ ആക്കണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ കർത്താവിനെ എൻ്റെ മരണം വരെ എനിക്ക് ഇനി അങ്ങനെ കാണാനായിട്ടുള്ള ആഗ്രഹവും, പിന്നെ തലമുറകൾക്കൊക്കെ അത് കൈമാറാൻ അവരാഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ അറിയില്ലല്ലോ, നമ്മളങ്ങനെ വളർത്തുന്നു. പക്ഷേ അവർക്ക് വന്നു ചേരുന്നവരൊക്കെ എങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് വരുന്നവരെങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ കൈമാറണം എന്നൊക്കെ വളരെ വലിയ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഈ ചാനലെന്ന് പറയുന്നത് തന്നെ ഈ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഇട്ടപ്പോൾ അതങ്ങ്, അമ്മയുടെ ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ പൊതുവേ ഉള്ളൊരു ചാനൽ, യൂട്യൂബ് വ്ളോഗർ എന്ന് പറഞ്ഞൊരു ചാനൽ ചുമ്മാ ഉണ്ടായിരുന്നു, അതിനകത്തെടുത്ത് ഇട്ടപ്പോൾ അതങ്ങ് ഒരു 4K വ്യൂസൊക്കെ ആയി. അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ ഇത് ഡിവോഷണൽ പോലെയാണ് പോകുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഫൈലും മാറ്റി അമ്മ അത് പിന്നെ പ്രെയറിൻ്റെ സംതിങ് എന്തെങ്കിലും ഇട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്രേയേഴ്സ് ഓഫ് ഗോഡ് എന്നൊക്കെ ആക്കി ഇത് ഇട്ടത്. അത് എനിക്ക് അതിനകത്ത് യാതൊരു ബെനിഫിറ്റും ഞാൻ നോക്കിയിട്ടൊന്നുമല്ല. പക്ഷേ എനിക്കിപ്പോൾ അതിനകത്തുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനകൾ ഇടാൻ പറ്റുന്നു, ഞാൻ ജീവിക്കുന്ന രീതികൾ ഇനി ഞാൻ മറന്ന് ഏതെങ്കിലും ഒരു കാലത്ത് പോയാൽ പോലും ഞാൻ വന്ന വഴികൾ എനിക്ക് ഈ ചാനലിലൂടെയെങ്കിലും എനിക്കത് കേൾക്കാനും കാണാനും ഇടയാകും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഓർമ്മ കിട്ടും. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെ അതിനേക്കാൾ ഉപരി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ ക്രിസ്തുവിൻ്റെ മഹത്വം, ക്രിസ്തുവിൻ്റെ ആ ഒരു ശക്തിയും. ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവരുടെയും നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ആരോഗ്യം, ആയുസ്സ്, സമാധാനം, സന്തോഷം, എല്ലാവരുടെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിയോഗങ്ങളൊക്കെ അതിൻ്റെയൊക്കെ മേൽ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാവരുടെയും കൂടെ ഉണ്ടാകണമേ എന്ന് ഞാനും എൻ്റെ കുടുംബവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് ഈ ലോക നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും അസുഖങ്ങൾ, രോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജോലിക്കാര്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ, എല്ലാ അവസ്ഥകളും, വിഷമിക്കുന്ന എന്തിനെ ചൊല്ലി ആര് വിഷമിക്കുന്നു, കണ്ണുനീർ പൊഴിക്കുന്നു, ആ കർത്താവിൻ്റെ പാദങ്ങളിൽ, ആ കരങ്ങളിലെല്ലാം ഞാനും എൻ്റെ കുടുംബവും എല്ലാം എൻ്റെ ഹൃദയം പ്രാർത്ഥനയിലൂടെ അർപ്പിച്ച്, എൻ്റെ ഉടമ്പടി മറ്റുള്ളവർക്ക് സഹായമാകുന്ന രീതിയിൽ പ്രാർത്ഥനയോടെ ഞാൻ അർപ്പിച്ച് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എന്തായാലും ഇത്രയും എനിക്ക് അനുഗ്രഹമാക്കി തന്ന എൻ്റെ ദൈവത്തിന് മുന്നിൽ ഒരുപാട് മുട്ടുകുത്തിയുള്ള സാഷ്ടാംഗ നമസ്കാരവും കണ്ണുനീർ പൂക്കളും. അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്, അല്ലാതെ ഒന്നും സഹതാപത്തോടെ ക്രിസ്തുവിൽ നിന്ന് മേടിക്കുവാനുള്ളതല്ല. ആത്മാർത്ഥമായി ഈ ഒരു ദൈവത്തെ ഈ ഒരു വൈകിയ വേളയിലെങ്കിലും എന്നെയും എൻ്റെ കുടുംബത്തെ അറിയാൻ ദൈവം ഇടയാക്കി തന്ന ആ ഒരു വലിയ സാഹചര്യത്തെ, ഈ വലിയ ഉടമ്പടി ഗ്രന്ഥത്തെ കൈകൊണ്ട് തൊടാനുള്ള ഭാഗ്യമെങ്കിലും കിട്ടിയല്ലോ, അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ബൈബിൾ അല്ലെങ്കിൽ ഈ ജന്മത്ത് നമുക്ക് കൈകൊണ്ട് തൊടാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണോ, അല്ലാതെ ദൈവ നിയോഗത്തിൽ വിളിക്കപ്പെട്ട് വന്ന പോലെയാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നന്ദിയും കടപ്പാടും സ്നേഹവും, ദൈവത്തിന് നമ്മളെ തിരഞ്ഞെടുത്ത പോലെ ദൈവം നമ്മളെ എന്നും നിലനിർത്തി കൈവെള്ളയ്ക്കുള്ളിൽ കൊണ്ടുപോകട്ടെ, അതിനുള്ള അനുഗ്രഹം നമുക്ക് തരട്ടെ, അത്രയേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവ് എന്നും നമ്മളിലും വസിക്കട്ടെ, എങ്ങും ഞങ്ങളിൽ നിന്നും വിട്ടുപോകാതെ ആ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കാനായി ഞാൻ എന്നും ഒട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. വേറൊന്നും എനിക്ക് വേണമെന്നില്ല. ദൈവം എന്നിൽ നിന്ന് ഇപ്പോൾ ഈ വന്നതുപോലെ തന്നെ ഒരു അതിഥിയായി വന്നു ഞങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ മരണം വരെയും പിന്നെ എൻ്റെ തലമുറകളിലൂടെയും ഒക്കെ നിലനിന്ന് പോകണമെന്ന് മാത്രം ഒരാഗ്രഹമേ ഉള്ളൂ എനിക്ക്. ബാക്കിയെല്ലാം ദൈവം വഴി നടത്തുമെന്നുള്ള വിശ്വാസമുണ്ട് ഇന്നെനിക്ക്. അതുകൊണ്ട് എല്ലാവരിലും ഇത് ഷെയർ ചെയ്യുന്നു, ഞാൻ സന്തോഷം ഷെയർ ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.